ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് കൊണ്ട് വടയുണ്ടാക്കാം. ആദ്യം തന്നെ ഒരു ബോൾ സോയാ ചങ്ക്സ് എടുത്ത് വെള്ളത്തിലിട്ട് ഉപ്പിട്ട് അല്പം ഒന്ന് വേവിക്കാം. ഇനി വടയുടെ കൂട്ട് തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് കനം കുറച്ചരിഞ്ഞ ഒരു ഉള്ളിയും ഗ്രേറ്റ് ചെയ്ത ഒരു കാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ഇടാം. ഇനി ഒരു സ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും അല്പം കറിവേപ്പിലയും അല്പം കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം 1/4 കപ്പ് കടലപ്പൊടിയും 1/4 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ വേവിക്കാൻ വെച്ച സോയാ ചങ്ക്സ് എടുത്ത് നമുക്ക് വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി പാൻ ചൂടായതിനു ശേഷം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. നല്ല ടേസ്റ്റിയായ സോയാ ചങ്ക്സ് വട റെഡി. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സ്വാദിഷ്ടമായ